ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ജോൺ ബ്രദർ ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസം 30-ാം തീയതിക്കുള്ളിൽ തനിക്ക് ലഭിക്കാനുള്ള സാമ്പത്തികമല്ല ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ പൂർണ്ണമായി മാറേണ്ടതിനായിട്ടും, പ്രത്യേകിച്ച് BP നോർമലാകേണ്ടതിനായിട്ടും, തൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായി സൗഖ്യമാകുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ താൻ അവിടെ നടത്തുന്ന തൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാം ഒരു ദൈവിക പ്രൊട്ടക്ഷൻ വെളിപ്പെടുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഞാൻ വിശ്വസിക്കുന്നു യേശു വാക്ക് മാറാത്തവരാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ വിശ്വസിക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കാരണം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താൻ പോവുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജോൺ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ ദൈവപ്രവൃത്തി കർത്താവെ ഇപ്പോൾ ഞങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ഈ ഏപ്രിൽ 30-ന് മുമ്പേ തനിക്ക് ആവശ്യമായ ഒരു നന്മ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ, വിടുതൽ വെളിപ്പെട്ട് വരട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവെ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശു കടക്കാരനല്ലാത്തത് കൊണ്ട് യേശുവിൻ്റെ വലിയ പ്രവൃത്തി മകൻ കാണാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവെ, തിരുരക്തത്തിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കരം ചലിക്കണമേ അപ്പ, അങ്ങയുടെ കരം ചലിക്കണമേ അപ്പ. യേശുവെ, പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി കാണുക, ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായി ഞാൻ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിക്കാനുള്ള സാമ്പത്തികം ലഭിച്ചതിനായി, അതേപോലെ തന്നെ കർത്താവെ, തൻ്റെ BP ശാരീരികമായി നിൽക്കുന്ന എല്ലാ അസ്വസ്ഥകൾ, കാലിന് ഉണ്ടാകുന്ന പെരുപ്പ് വേദന പൂർണ്ണമായി മാറേണ്ടതിനായി കർത്താവ് വലത് കാലിൻ്റെ പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ടും, അതേ നിലയിൽ തന്നെ കർത്താവെ, ശാരീരികമായി നിൽക്കുന്ന എല്ലാ തലകറക്കവും തലപെരുപ്പൊക്കെ മാറി BP നോർമലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. തൻ്റെ സ്ഥാപനത്തിന് മേളിലെല്ലാം ദൈവിക പ്രൊട്ടക്ഷൻ അയക്കുന്നതിനായി സ്തോത്രം. എല്ലാത്തിനകത്തും ഒരു ഗോഡ്ലി ഓർഡർ ദൈവം തന്നെ കരുതുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കാവലിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിന്നിൽ മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ്. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്നുള്ള വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് എത്ര വലിയ രോഗമാണെങ്കിലും അത് സൗഖ്യത്തിലേക്ക് നടത്തപ്പെടും. അതേ നിലയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു ദൈവഭക്തനായി വചനത്തിനകത്ത് നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തോടൊരു ഭയവും ബഹുമാനവും കാണിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല. ദൈവവചനത്തിൻ്റെ ശക്തി അവനിൽ വെളിപ്പെട്ട് വരും. അതേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതേ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നപ്പോൾ വചനത്തെക്കുറിച്ച് പറയുകയാണ്. വചനം ദൈവമാണ്, വചനം വെളിച്ചമാണ്. അടുത്ത വാക്യം പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വചനം ജഡമായി തീർന്നു എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ കാണാം. യേശുവാണ് വചനമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ യേശു നിങ്ങളിൽ മാനിഫെസ്റ്റ് ആകുകയാണ്. യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് ചില പാതകളെ തുറക്കട്ടെ. എത്ര അടഞ്ഞതും തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം
വചനത്തെ ശ്രദ്ധാപൂർവം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിന്നെ വാലല്ല തല തന്നെയാക്കി തീർക്കും. ദേശത്തിൽ നീ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. ആവർത്തന പുസ്തകം 28-2 വാക്യത്തിൽ പറയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ടനുസരിച്ചാൽ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്നവരെ, പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന, ദേശത്തിൽ ഉന്നതി പ്രാപിക്കുന്ന, സകല ജാതികൾക്കും മീതെ നിന്നെ ഉന്നതനാക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് ചിലവരെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് യേശു പുതിയ നിയമത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് നമ്മെ ജീവിപ്പിക്കാൻ കഴിയും. ഈ വചനത്തിന് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. എൻ്റെ കൂടെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ഈ വചനത്തിനകത്ത് പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ആഴമായി ഞാൻ നിങ്ങളെ വിളിച്ചു പറയുന്നു, ദൈവശബ്ദം ഒരുത്തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ കാണാത്തത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. കാരണം കാനാവിലെ കല്യാണ വീട്ടിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അമ്മ മറിയം വന്ന് ബാല്യക്കാരോട് പറയാണ്, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. നിങ്ങൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ദൈവവചനം എന്താണോ നമ്മോട് പറയുന്നത്, ദൈവശബ്ദം എങ്ങനെയാണോ നമ്മൾ കേൾക്കുന്നത്, അത് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ പലരും ഹല്ലേലൂയ ഇപ്പോൾ പച്ചവെള്ളം വക്കോളം നിറയ്ക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അത്രയും നിറയ്ക്കേണ്ട ആവശ്യമുണ്ട്? അത് വിരുന്ന് വഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ഇപ്പോൾ ഈ പച്ചവെള്ളമല്ലേ കൊടുക്കുന്നു, വീഞ്ഞായില്ലല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് അവൻ്റെ ശബ്ദത്തിന് വലയിറക്കാൻ തയ്യാറാണെങ്കിൽ നീ പെരുത്ത മീൻകൂട്ടം കാണാൻ പോവുകയാണ്. വലിയ അത്ഭുതം കാണാൻ പോവുകയാണ്. ഇതാ ദൈവശബ്ദത്തിൽ സ്റ്റെപ്പ് വയ്ക്കുന്നവൻ വെള്ളത്തിന് മേളിൽ നടക്കുന്ന പോലെ ലോകം ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവികമായ അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവശബ്ദത്തിനകത്തൊന്ന് സ്റ്റെപ്പ് വയ്ക്കുക, ദൈവശബ്ദത്തിനകത്തൊന്ന് നിൽക്കുക. ദൈവശബ്ദം നിനക്ക് വേണ്ടി പുതിയത് ചിലത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, യോശുവയോട് ദൈവം പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കും. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. ഈ വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ഈ വചനത്തെ നീ പാലിക്കണമെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവമക്കളോട് എനിക്കൊന്ന് പറയാനുണ്ട്. വചനത്തിന് നിൽക്കുന്ന ഒരുത്തനും നശിച്ചു പോയ ചരിത്രമില്ല, ലജ്ജിച്ചു പോയ ചരിത്രമില്ല. ആ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. അവനെ കാത്തിരുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകത്തില്ല. കാരണം 34 സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകില്ല. വിശ്വാസത്തിൽ ഇപ്പോൾ ഈ വചനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ നോക്കിയിട്ട് ആഴമായ ഒരു കൈമാറ്റം ഞാൻ നിങ്ങളെ വിളിച്ചു പറയാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, ദൈവശബ്ദം വെളിപ്പെടുമ്പോൾ ദൈവവചനത്തിനകത്ത് നിൽക്കുമെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുമെങ്കിൽ നീ നശിക്കത്തില്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. സാഹചര്യങ്ങൾ നീ തീരുമെന്നും നിനക്കിനി മുമ്പോട്ട് വഴിയില്ലെന്ന് പറയുമ്പോൾ ഇന്ന് ഈ വചന ശബ്ദം കേൾക്കുന്ന ചിലരെ ഞാൻ നോക്കി വിളിച്ചു പറയുകയാണ്, ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവശബ്ദം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സെരാഫാത്തിലെ വിധവയുടെ വീട് ഒരു മരണത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ പ്രവാചകൻ കാല് വെച്ച് അടുത്ത വാക്കുകൾ പറയുന്നതോടെ അന്തരീക്ഷം മാറുകയാണ്. അവളുടെ കലത്തിലെ മാവ് വർദ്ധിക്കാൻ പോകുന്നു, അവളുടെ എണ്ണപാത്രത്തിലെ എണ്ണ വർദ്ധിക്കുകയാണ്. ആ വീടിൻ്റെ സ്ഥിതി മാറുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം മാറുന്നു. സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവശബ്ദമാണ് സാന്നിധ്യത്തെ വിളിച്ചു കൊണ്ടുവരുന്നത്, വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നത്. ആ നിലയിൽ നിൽക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ലോകം മുഴുവൻ നയനിലെ വിധവയെ നോക്കിയിട്ട് പറയുന്നു, ഇനി ഇവളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, ഇവൾക്കുള്ള ഏക മകനും കൂടെ അവസാനിച്ചിരിക്കുകയാണ്, ഇനിയൊരു മറുപടിയില്ല. ഇതാ അവൾ നിലവിളിച്ചുകൊണ്ട് ആ മകന്റെ ശവമഞ്ചവും ചുമന്നുകൊണ്ട് ഇതാ മുമ്പോട്ട് വരികയാണ്. ആ വരുന്ന വഴിയിൽ ഇതാ അവളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ അവളെ കണ്ട് മനസ്സലിയുന്നവൻ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ എപ്പിസോഡിനകത്ത് ഞാൻ ആഴമായി ചിലവരെ നോക്കി വിളിച്ചു പറയും, ഇന്നത്തെ എപ്പിസോഡിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് മനസ്സലിഞ്ഞെന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിനകത്ത് പുതിയത് ചിലത് വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവളോട് യേശു പറയാണ്, കരയണ്ട. കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ ശവമഞ്ചത്തിൽ തൊട്ടു ചുമന്നവർ നിന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ മിനിറ്റിൽ പുതിയത് നിന്റെ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഈ മിനിറ്റിൽ അസാധാരണമായത് എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം തുറക്കാൻ പോവുകയാണ്. ഞാൻ ആഴമായി വിളിച്ചു പറയുന്നു, ദൈവ സാന്നിധ്യത്തിൽ സൃഷ്ടിപ്പുകൾ സംഭവിക്കുന്നു, ദൈവ സാന്നിധ്യത്തിൽ അസാധാരണമായ വഴികളുണ്ട്. ഞാൻ ആഴമായി നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ലോകം പറഞ്ഞത് വിശ്വസിക്കേണ്ട, നീ കണ്ടത് വിശ്വസിക്കേണ്ട, നിന്റെ സാഹചര്യം വിശ്വസിക്കേണ്ട, നിനക്ക് വേണ്ടി പുതിയതൊന്നും വെളിപ്പെടുത്താൻ
വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇതാ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ 99 വയസ്സായ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ഇതാ എൽശദായി ഇറങ്ങി വരികയാണ്. സർവശക്തിയുള്ള ദൈവം. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു വർധനവിനായിട്ട്, സകലത്തിനകത്തും അനുഗ്രഹിക്കേണ്ടതിനായിട്ടും വർദ്ധിപ്പിക്കേണ്ടതിനായിട്ടും ദൈവം വിളിച്ചു. പക്ഷേ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവസാനത്തെ വാക്യത്തിനകത്ത് അബ്രഹാമിന് 86 വയസ്സായി എന്ന് പറഞ്ഞാൽ 11 വയസ്സുകൾ. ഹല്ലേലൂയ. 12-ാം അധ്യായം തുടങ്ങി 16-ാം അധ്യായം വരെയും വെളിപ്പെടുത്തുന്നു. എന്നാൽ 17-ാം അധ്യായത്തിൽ 99 വയസ്സ് എന്ന് പറഞ്ഞാൽ 13 വർഷങ്ങൾ കാണുന്നില്ല. മോശയ്ക്ക് അത് വെളിപ്പെട്ടിട്ടില്ല. എൻ്റെ ഭാഷയിൽ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഇതാ അബ്രഹാം ഒരു പിന്മാറ്റത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തന്നോട് പറഞ്ഞ വാഗ്ദത്തം നടക്കുമോ, തൻ്റെ ജീവിതം അവസാനിച്ചു എന്നുള്ള തലത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞവൻ വാക്കുമാറാതെ ഇത് അബ്രഹാമിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. അബ്രഹാമിനോട് പറയുന്നു, ഞാൻ എൽശദായിയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അബ്രഹാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ ദൈവം അവനോട് പറയുകയാണ്, ഇന്നു മുതൽ നീ അബ്രാം അല്ല, നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ തലം തുറന്നു വരികയാണ്. ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിതം മാറാൻ പോകുന്നു. ദൈവ ശബ്ദത്തിനകത്ത് ജീവിതം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതേ തലത്തിൽ തന്നെ നിന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ ഇസ്രായേൽ ജനം ചെങ്കടലിൽ കയറി. ഇസ്രായേൽ ജനം ഇതാ മുമ്പോട്ട് വരികയാണ്. ഹല്ലേലൂയ. അവർ 3 ദിവസം ശൂർ മരുഭൂമിയിലൂടെ വെള്ളം കിട്ടാതെ അവർ മാറയിലെത്തിയാണ്. മാറയിലെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവർ വെള്ളമുള്ള സ്ഥലത്ത് വന്നു, പക്ഷെ അവർക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവർ പിറുപിറുത്തു. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ മോശയോടും ദൈവത്തോടും പിറുപിറുക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയിൽ മുട്ടുമടക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന മോശയ്ക്ക് വേണ്ടി ഒരു വൃക്ഷത്തെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുമെങ്കിൽ നിങ്ങൾ പുതിയത് കാണാൻ പോവുകയാണ്. അബ്രഹാം ദൈവശബ്ദത്തിൽ പുതിയ അനുഭവത്തിലേക്ക് വന്നെങ്കിൽ ഇതാ പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്നവന് വേണ്ടി പുതിയത് വെളിപ്പെടുകയാണ്. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പ്രയർ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ സൊല്യൂഷനുകൾ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയത് ഹല്ലേലൂയ മാറായ മധുരമാക്കുന്ന വൃക്ഷക്കൊമ്പിത മോശയുടെ മുമ്പിൽ വെളിപ്പെടുകയാണ്. ഇന്ന് തന്നെ ചിലവരെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുകയാണ്. ദൈവ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടുന്ന വലിയ ആഴങ്ങൾ നാം തിരിച്ചറിയുക. എന്നെ കേൾക്കുന്നവരെ, ദൈവ സാന്നിധ്യത്തിനകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് മലകൾ മാറും. ദൈവ സാന്നിധ്യത്തിനകത്ത് സന്തോഷമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വാക്യത്തിനകത്തോട്ട് വരികയാണ്. 97-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സന്നിധി എന്ന് മലയാളത്തിൽ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ പ്രസൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകും. ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ പർവ്വത സമാനമായ വിഷയങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ ഇതാ ദൈവ സാന്നിധ്യത്തിൽ അത് ഉരുകാൻ പോവുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായി നിന്നത് ഉരുകി തീർന്നുകൊണ്ട് ഇതാ പുതിയത് നിങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അതിനെ സ്വീകരിക്കുക. ദൈവ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന വലിപ്പത്തെ സ്വീകരിക്കുക. ഒരു അസാധാരണ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ വാക്യത്തിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിനകത്ത് പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുമെന്ന് കാണുകയാണ്. 2-ാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, കൂടെ വരുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. മോശയോട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതിന് എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ കൂടെ വരുന്ന സാന്നിധ്യം. ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ നടത്തിയ ദൈവ സാന്നിധ്യം, അവർക്ക് മുമ്പും പിൻപുമായി വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണുമായി അവർക്ക് മുമ്പായി പോയിക്കൊണ്ട് യഹോവയുടെ സാന്നിധ്യം. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭയം മാറാൻ പോകുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെശയ്യാവ് 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം നമ്മോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ആഴം വിളിച്ചു പറയുകയാണ്. 31-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കളത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ മറവിൽ മറയ്ക്കും. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്ത് മനുഷ്യൻ നമുക്ക് നേരെ ചേരുന്ന എല്ലാ എതിരുകളുടെ നടുവിൽ നിന്നും നമ്മളെ വിടുവിക്കുകയും ആ സാന്നിധ്യത്തിൽ അവൻ മറയ്ക്കുകയും ചെയ്യും. ദൈവം തരുന്ന വലിയ പ്രൊട്ടക്ഷനായി
എത്ര പേർ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് നന്ദി പറയാൻ തയ്യാറാകും? അതേ നിലയിൽ തന്നെ യേശയ്യാവ് 43 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിൻ്റെ ആഴം ശ്രദ്ധിച്ചോ. അറിയാം, നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏതെല്ലാം ശോധനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ അവൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനൊന്നിനും നിന്നെ തകർക്കാനോ നിന്നെ മുക്കുവാനോ കഴിയത്തില്ല. ഇതാ ദൈവ സാന്നിധ്യം ഒരളവിന് മേളിൽ ചിലവരെ മേലേക്ക് വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ അതിനുവേണ്ടി ദാഹിക്കണം, അതിനുവേണ്ടി ആഴമായി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ ഒരു വാക്യമുണ്ട്, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണമെന്നുള്ള വാക്യമാണ്. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ അവൻ നിന്നുകൊണ്ട് ദാഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? ദാഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വരണം. ദാഹിക്കുന്നതിന് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. കുടിക്കുന്നവനെ കുറിച്ച് അടുത്ത വാക്യം പറയാണ്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം പറയും, എന്നാൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ദാഹമുള്ളവനെ ദൈവത്തിൽ നിന്ന് കുടിക്കാൻ കഴിയത്തുള്ളൂ. അടുത്തത് വചനം പറയുന്നു, തിരുവെഴുത്ത് പറയുന്ന പോലെ കുടിച്ചവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഒരു ഒഴുക്കിലേക്ക് നമ്മൾ വന്നാൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ മേളിൽ വെളിപ്പെട്ടാൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. എല്ലാ സ്ട്രഗിളുകളും മാറാൻ പോവുകയാണ്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇത് ദാഹിക്കുന്നവൻ്റെ സമയമാണ്, ഇത് ദൈവത്തിൽ നിന്ന് കുടിക്കുന്നവൻ്റെ സമയമാണ്. ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. മാൻനീർ തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. 2-ാമത്തെ വാക്യം, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. മാൻനീർ തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു ഭയങ്കര ദാഹമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് ചേരുവാൻ, ദൈവത്തിൽ നിന്നുള്ളത് പ്രാപിക്കാനായിട്ട്. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേളിൽ ഇങ്ങനൊരു ദാഹം ഉണ്ടെങ്കിൽ ഇതാ ദൈവ സാന്നിധ്യം നിങ്ങളെ പുതിയതിലേക്ക് നടത്തുകയാണ്. 63-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളോടെ, ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വം കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ഈ വാക്യവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാ ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ഭക്തനെ കാണുകയാണ്. എന്നെ കേൾക്കുന്നവരെ, വെള്ളമില്ലാത്ത ദേശത്ത് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ നോക്കിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതൊരു ദാഹമുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പദം പറയുന്നത്. ദാഹിക്കുന്നവൻ കർത്താവിൽ നിന്ന് കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ആഴം ചിലവരെ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ വരികയാണ്. ശത്രുവിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ടും ആഴമായി ദാഹിച്ച ഇങ്ങനെയൊന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്നവരോട് എനിക്കൊരു പദം പറയാനുണ്ട്. ദൈവ സാന്നിധ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഇതാ വാക്യത്തിൻ്റെ ആഴം പറയുകയാണ്, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങൾ. അപ്പോൾ ആ വചനത്തിൻ്റെ ആഴം, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നവന് വേണ്ടി പുതിയ വഴികൾ തുറക്കപ്പെടും. 2, നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവിലെ അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇൻ യുവർ പ്രസൻസ് ഇസ് എ ഫുൾനെസ് ഓഫ് ജോയ്. ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുവാൻ ഇതാ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിനകത്ത് സന്തോഷമുണ്ട് പ്രിയരെ. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവർ നിരാശയിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, വേദനയിലായിരിക്കാം, ജീവിതം മുഴുവൻ മടുത്തുപോയൊരു അനുഭവത്തിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇതാ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ പുതുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ ദാഹത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഒരാഴം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ്. അറിയാം, ഒമിനി പ്രസൻറ്റ്. അറിയാം, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ സർവ്വവ്യാപിയുടെ സാന്നിധ്യം നീ അനുഭവിക്കുന്നത്. എവിടെ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഏതവസ്ഥയിലാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അവിടെ നിന്ന് യേശുവേ അപ്പ എന്നത് വിളിക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ രക്ഷക എന്നത് വിളിക്കാൻ പറ്റുമെങ്കിൽ, സുവിശേഷത്തിൻ്റെ പ്രത്യേകത സുവിശേഷം സുവാർത്തകൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ മതം നോക്കണ്ട, അല്ലെങ്കിൽ ജാതി നോക്കണ്ട, വർണ്ണ വ്യത്യാസമില്ലാതെ യേശു വിശ്വസിക്കുന്നവൻ്റെ ദൈവമാക്കിയാൽ ഇന്ന് എന്നെ കേൾക്കുന്നത് എവിടെ നിന്നാണോ അവിടേക്ക് ഇതാ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും ആ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ 2 തലങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെളിപ്പെടുത്തുക.
വാക്കുകളൊക്കെയാണ്. ഒന്ന് സർവ്വവ്യാപി, ഒമിനി പ്രസൻറ്റ്. അതേപോലെ തന്നെ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, ഇൻഡിവിജ്വൽ പ്രസൻസ്. ഹല്ലേലൂയ. വ്യക്തിപരമായി അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. ഈ പദങ്ങൾ ഞാൻ നിങ്ങളുമായി ഒന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. 139 സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വേഗത്തിൽ വായിക്കാൻ പോകുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ടിട്ട് ഞാൻ എവിടേക്ക് ഓടും? 8-ാമത്തെ വാക്യം, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. 11-ാമത്തെ വാക്യം, ഇരുട്ട് എന്നെ മൂടിയിരിക്കട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇത്രയും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒമിനി പ്രസൻസിൻ്റെ ഏറ്റവും വലിയ ആഴം അവിടെ കാണുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. സർവ്വവ്യാപി, ഞാൻ നിന്റെ ആത്മാവിനെ ഒളിച്ച് എവിടേക്ക് പോകും? വിശ്വസിക്കാൻ പറ്റും, എവിടെ ചെന്നാലും ദൈവം അവിടെ ഉണ്ട്. ഇതാ ഒമിനി പ്രസൻറ്റ്, ഇതാ സർവ്വവ്യാപിയുടെ ഏറ്റവും വലിയ ആഴം. ഇതാ നിങ്ങളുടെ മേളിൽ അത് തുറന്നു വരാൻ പോകുന്നു. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. 24-ാമത്തെ വാക്യം, ഞാൻ കാണാത്തവണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിയുവാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നുവല്ലയോ എന്ന് യഹോവയുടെ അരുൾപ്പാട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ സമീപത്ത് മാത്രമല്ല ദൂരസ്ഥനുമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം പറയാണ്, എന്നെ മറച്ചാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഞാൻ ആകാശത്തും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, സർവ്വവ്യാപിയുടെ ഏറ്റവും വലിയ ആഴമാണ് ഇവിടെ കാണുന്നത്. ദൈവം സകലത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാ യോഹന്നാൻ 4:24 പറയാണ്, ദൈവം ആത്മാവാകുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവം സർവ്വവ്യാപിയാണ്. ആ സർവ്വവ്യാപിയായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എവിടുന്ന് ഏത് വിഷമസ്ഥിതിയിലാണെങ്കിലും ഇപ്പോൾ യേശുവേ എന്ന് വിളിച്ചാൽ നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളെ തൊടുവാൻ ദൈവത്തിന് കഴിയും. അതേ നിലയിൽ തന്നെ ഇൻഡിവിജ്വൽ പ്രസൻസ്, വ്യക്തിപരമായി ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകാൻ അധികാരം നൽകുമ്പോൾ 1 കൊരിന്ത്യർ 3:16 വാക്യം പറയുന്നു, നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വസിക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതേ നിലയിൽ തന്നെ ഇതാ 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ വാക്യത്തിൽ അപ്പോസ്തലൻ വ്യക്തമായി പറയാണ്, ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇരിക്കുന്നു, നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്നും നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ആകയാൽ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിൽ ദൈവം വസിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നമുക്ക് ചിലതിനെ കീഴടക്കാൻ കഴിയും. വിശ്വാസത്തിൽ നമുക്ക് ചിലതിനെ മറികടക്കാൻ കഴിയും. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് വെളിപ്പെടുന്ന ആ ദൈവ സാന്നിധ്യത്തെ, ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വവ്യാപിയായവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് അതേ നിലയിൽ തന്നെ വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിലായിട്ട് കർത്താവെ, ഇപ്പോൾ തന്നെ ഇവർ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത് അവിടേക്ക് ഇതാ ദൈവ സാന്നിധ്യം ഇവരെ തൊടുവാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾ വിടുതൽ കാണാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. 2 മാസം മുമ്പ് ജൂലൈ മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. തുടർന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു. പക്ഷേ രണ്ടിൻ്റെയും റിസൾട്ട് വന്നപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു. സ്കാനിങ്ങിനകത്ത് ഒന്നും തെളിഞ്ഞിട്ടില്ലെന്നും ബ്ലഡിനകത്ത് വളർച്ച കുറവാണെന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ പ്രഗ്നൻസിയുടേതായ യാതൊന്നും കാണുന്നില്ലെന്നും വളർച്ച മുമ്പത്തേക്കാളും കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. ഇനി അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് അത് പോകുമെന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടെ ഞാൻ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ബുധനാഴ്ച ഇവിടെ പ്രയർ നടക്കാൻ നേരത്ത് ഞാനിവിടെ വന്നപ്പോൾ റോയി പാസ്റ്റർ ഇങ്ങനൊരു മെസ്സേജായിരുന്നു പറഞ്ഞത്. ജീവിതത്തിൽ വഴിയടങ്ങിയവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി ദൈവം സൂപ്പർ നാച്ചുറലായി
പ്രകൃതിക്ക് അതീതമായ രീതിയിൽ വഴി തുറക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവസാനം പ്രയർ കഴിഞ്ഞപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവും, ബ്ലീഡിങ് ആയിട്ട് പോവും, വളർച്ച കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ തന്നെങ്കിൽ ദൈവം അതൊരിക്കലും നശിപ്പിക്കത്തില്ല. എൻ്റെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, എൻ്റെ ദൈവം പുനരുദ്ധാരണത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ളിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്കാൻ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. അവിടുത്തെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ആ സ്കാനിങ് റിപ്പോർട്ടിൽ ആ ജൂലൈ മാസത്തിൽ തന്നെ ഒന്നുമില്ലയെന്ന്, പ്രഗ്നൻസിയുടെ യാതൊരു ലക്ഷണവും ഇല്ലയെന്ന് പറഞ്ഞ ജൂലൈ മാസത്തിൽ ആ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിന് 7 ആഴ്ചയും 3 ദിവസവും എന്നുള്ള അത്ഭുത റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എൻ്റെ യേശുവിന് 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റോയി പാസ്റ്ററിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ആമേൻ. അക്കരമൊന്ന് ഉയർത്തി അൾട്രാസൗണ്ട് ചെയ്തതും അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുമാണ്. അതേപോലെ ഇവിടെ ബ്ലഡ് റിസൾട്ടുണ്ട്. അതേപോലെ ഉള്ളിൽ കുഞ്ഞിൻ്റെ സ്കാനിങ് അല്ലെങ്കിൽ ആ ഫോട്ടോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സൗകര്യം അന്ന് ഇവിടെ കരച്ചിലോടാണ് വന്നത്. എല്ലാം അവസാനിച്ചു, തീർന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് കാണാതെയാകും, അറിയാം, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ തീർന്നെന്ന് പറയുന്നിടത്ത് പച്ചവെള്ളം കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണ കൈമാറ്റം, ഒരു ദൈവ പ്രവൃത്തി ഇവരുടെ മേളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിനായി നന്ദി കർത്താവെ. ഇവർ വിശ്വസിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവെ, ആ സൗഖ്യത്തിന് വേണ്ടി ഇവർ വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ കരം, ആണിപ്പാടുള്ള കരം ഇവരെ സ്പർശിച്ചതിനായി നന്ദി. ഇവരുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ മക്കളുടെ മേളിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തി ഇവരെ മേളിൽ നടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വേഗത്തിൽ തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങൾ ദൈവവചനത്തിൻ്റെ അറിവിൽ നിങ്ങൾ വലിയ നിലകളിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ തൃശ്ശൂരോ എറണാകുളത്തോ അതേപോലെ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഈ ദിവസങ്ങളിൽ നേരിട്ട് വന്ന് കാണുവാൻ കഴിയും. പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിച്ച് വലിയ മഹത്വത്തിനായി, വലിയ ദൈവപ്രവൃത്തിക്കായി നമുക്ക് ഒരുങ്ങാം. പ്രിയരെ, കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.